സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിൽ സമാധാനം പുലരട്ടെ. MCBS ഓരോ പുതുവർഷവും പൊട്ടിവിടരുന്നത് സമാധാനത്തിന്റെ ദൂതുമായാണ്. 1967 ഡിസംബർ 8 പോൾ ആറാമൻ പാപ്പ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് 1968 ജനുവരി 1 കത്തോലിക്ക സഭയിൽ ആദ്യമായി ലോക സമാധാന ദിനം ആരംഭിച്ചത്. ലോക സമാധാന ദിനമായ പുതുവർഷാരംഭത്തിൽ ഈശോ മിശിഹായാണ് യഥാർത്ഥ സമാധാനമെന്ന് നമുക്ക് ഓർമ്മിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യേണ്ട ദിനമാണ്. ഈശോ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണല്ലോ. സമാധാനത്തിന്റെ മാധുര്യം ഈശോ മിശിഹായുടെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. പഴയ നിയമപ്രവാചകന്മാർ ഈശോയെ വിശേഷിപ്പിക്കുക സമാധാന രാജാവ് എന്നാണല്ലോ. അവനിൽ ദൈവവും മനുഷ്യകുലവും തമ്മിലുള്ള അനുരഞ്ജനം പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. ഈ അനുരഞ്ജനമാണ് സമാധാനത്തിന്റെ ആദ്യത്തെ തലം യാഥാർത്ഥ്യമാക്കുന്നത്. ഈ അനുരഞ്ജനത്തിൽ എല്ലാ സമാധാനവും ആരംഭിക്കുകയും വേരുറപ്പിക്കുകയും ഈ ലോകത്തിൽ ദൈവിക സുതന്മാരാകാനുള്ള വിളി സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. ദൈവപുത്ര അല്ലെങ്കിൽ ദൈവപുത്രി സ്ഥാനത്തിലൂടെ ദൈവം നൽകുന്ന സമാധാനത്തിൽ ഭാഗമാകാൻ മാത്രമല്ല, അവൻ വിഭാവനം ചെയ്യുന്ന സമാധാനത്തിന്റെ സഹകാര്യസ്ഥന്മാരും ആകാനും നമുക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു. മിശിഹായിൽ പൂർത്തിയായ രക്ഷാകര പദ്ധതിയുടെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന സമാധാനമാണിത്. ഈശോയുടെ മനുഷ്യാവതാര രാത്രിയിൽ ബെത്ലഹേമിൽ മുഴങ്ങിയ സ്വർഗീയ സന്ദേശം, അത്യുന്നതങ്ങൾ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലോക സമാധാനവും രക്ഷകന്റെ ജനനവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രക്ഷിക്കുക എന്നാൽ സകല തിന്മയിൽ നിന്നും വിമോചിക്കുക എന്നാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ പുരോഹിതന്റെ ആശീർവാദ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അതിനാൽ ലോകരക്ഷകനായ ഈശോയുടെ നാമം നമുക്ക് വിളിക്കാം. അവന്റെ ശക്തി ആദ്യം ബെത്ലഹേമിലെ ദാരിദ്ര്യത്തിലും പിന്നീട് ഗാഗുൽത്തായിലെ മരക്കുരിശിലും ദൃശ്യമായി. അവന്റെ ശക്തിക്ക് മാത്രമേ സമാധാനത്തിന്റെ ശത്രുവായ വിദ്വേഷത്തിന്റെ അരൂപിയെ തകർക്കാൻ കഴിയൂ. അവന് മാത്രമേ യുദ്ധത്തിന്റെയും നശീകരണത്തിന്റെയും പ്രണിതാക്കളെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന സമാധാന സ്ഥാപകരായി രൂപാന്തരപ്പെടുത്താൻ കഴിയും. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.